വചനം 58 വാക്കർത്ഥം. വല്ലദീന യാതൊരു കൂട്ടർ ഹാജറു അവർ നാടുവിട്ടുപോയി, ഹിജ്റ പോയി, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, സുമ്മ ഖുതിലു പിന്നെ അവർ കൊല്ലപ്പെട്ടു, ഔ മാതു അല്ലെങ്കിൽ മരണപ്പെട്ടു, ലയർസുഖന്നഹും നിശ്ചയമായും അവർക്കു നൽകും, അല്ലാഹു റിസ്ഖൻ ഹസനൻ നല്ല ഉപജീവനം, വ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലഹുവ അവൻ തന്നെയാണ് ഖൈറുർ റാസിഖീൻ ഉപജീവനം നൽകുന്നവരിൽ ഉത്തമൻ. والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. അള്ളാഹുവിൻ്റെ മാർഗത്തിലായി സ്വരാജ്യം വിട്ടു പോകുകയും അഥവാ ഹിജ്റ പോകുകയും പിന്നീട് ശത്രുക്കളാൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാകട്ടെ, നിശ്ചയമായും അള്ളാഹു അവർക്ക് മെച്ചപ്പെട്ട ഉപജീവനം നൽകുന്നതാണ്. നിശ്ചയമായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനായുള്ളവൻ. വചനം 59 വാക്കർത്ഥം. ലയുദ്ഖിലന്നഹും നിശ്ചയമായും അവൻ അവരെ പ്രവേശിപ്പിക്കും, മുദ്ഖലൻ ഒരു പ്രവേശന സ്ഥലത്ത്, യർദൗനഹു അവരത് തൃപ്തിപ്പെടും അങ്ങനെയുള്ള, വ ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലഅലീമുൻ സർവജ്ഞൻ തന്നെ, ഹലീം ക്ഷമാലുവായ സഹനശീലനായവൻ. ലയുദ്ഖിലന്നഹും മുദ്ഖലൻ യർദൗനഹു വഇന്നല്ലാഹ ലഅലീമുൻ ഹലീം. അവർ തൃപ്തിപ്പെടുന്നതായ ഒരു പ്രവേശന സ്ഥലത്ത് അഥവാ സ്വർഗത്തിൽ അവരെ അവൻ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അല്ലാഹു സർവജ്ഞനും ക്ഷമാലുവും തന്നെ. വചനം 60 വാക്കർത്ഥം. ദാലിക അതാണ് കാര്യം, വമൻ ആഖബ ആരെങ്കിലും പ്രതികാര നടപടിയെടുത്താൽ, ബിമിസ്ലിമ യാതൊന്നിനു തുല്യമായതുകൊണ്ട്, ഓഖിബ അവൻ ശിക്ഷാ നടപടി എടുക്കപ്പെട്ടിരിക്കുന്നു, ബിഹി അതുകൊണ്ട്, സുമ്മ പിന്നെയും, ബുഗിയ അലൈഹി അവനോട് അതിക്രമം ചെയ്യപ്പെട്ടു എന്നാൽ, ലയൻസുറന്നഹു നിശ്ചയമായും അവനെ സഹായിക്കും, അല്ലാഹു ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലഅഫുവ്വൻ മാപ്പ് ചെയ്യുന്നവൻ തന്നെയാണ്, ഗഫൂർ പൊറുക്കുന്നവനും. ذلك ومن عاقب بمثل ما عوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. കാര്യത്തിൻ്റെ നില അതാണ്. ആരെങ്കിലും തന്നോട് എടുക്കപ്പെട്ട ശിക്ഷാ നടപടിക്ക് തുല്യമായതുകൊണ്ട് അങ്ങോട്ടു പ്രതികാര നടപടി എടുക്കുകയും പിന്നെയും തന്നോട് അതിക്രമം പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായാൽ, നിശ്ചയമായും അല്ലാഹു അവനെ സഹായിക്കുന്നതാകുന്നു. നിശ്ചയമായും അല്ലാഹു മാപ്പ് ചെയ്യുന്നവനും പൊറുക്കുന്നവനുമത്രേ. വചനം 61 വാക്കർത്ഥം. ദാലിക അത്, ബി അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ആണെന്നതുകൊണ്ടാണ്, യൂലിജു അവൻ കടത്തുന്നു എന്നത്, അല്ലൈല രാത്രിയെ, ഫിന്നഹാരി പകലിൽ, വയൂലിജു അവൻ കടത്തുകയും ചെയ്യുന്നു, അന്നഹാറ പകലിനെ, ഫില്ലൈലി രാത്രിയിൽ, വ അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ആണെന്നതും, സമീഉൻ കേൾക്കുന്നവൻ, ബസീർ കാണുന്നവനും. ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير. അത് അഥവാ ആ സഹായം
അള്ളാഹു രാവിനെ പകലിൽ കടത്തുകയും പകലിനെ രാവിൽ കടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും ആണെന്നും ഉള്ളതുകൊണ്ടാകുന്നു. വചനം 62 വാക്കർത്ഥം. ദാലിക അത്, ബി അന്നല്ലാഹ അല്ലാഹു ആണെന്നതുകൊണ്ടാണ്, ഹുവൽ ഹഖ്ഖു യഥാർത്ഥത്തിലുള്ളവൻ അവൻ തന്നെ, വ അന്നമ യദ്ഊന അവർ വിളിക്കുന്നത് ആണെന്നതും അവർ പ്രാർത്ഥിക്കുന്നത് ആണെന്നതും, മിൻ ദൂനിഹി അവന് പുറമെ അവനെ കൂടാതെ, ഹുവൽ ബാത്തിലു അതുതന്നെ നിരർത്ഥമായത് അയഥാർത്ഥമായത്, വ അന്നല്ലാഹ അല്ലാഹു ആണെന്നതും, ഹുവൽ അലിയു അവൻ തന്നെ ഉന്നതൻ, അൽ കബീർ മഹാൻ വലിയവൻ. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. അള്ളാഹുവാണ് യഥാർത്ഥത്തിലുള്ളവൻ. അവനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു വരുന്നവ തന്നെയാണ് നിരർത്ഥമായത്. അള്ളാഹു തന്നെയാകുന്നു ഉന്നതനും മഹാനുമായുള്ളവനും എന്നീ കാരണത്താലാണത്. 58 മുതൽ 62 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അത് ദാലിക എന്ന സൂചനാനാമം അഥവാ ഇസ്മുൽ ഇഷാറ വാക്യങ്ങളുടെ ആരംഭത്തിൽ ചില പ്രത്യേക സാരങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുണ്ടാവാറുണ്ടെന്ന് 32 ആയത്തിന്റെ താഴെ നാം പറഞ്ഞുവല്ലോ. 60 ആയത്തിലുള്ളതും അപ്രകാരം തന്നെ. അതാണ്, അഥവാ മേൽ ആയത്തുകളിൽ വിവരിച്ചതാണ് സ്ഥിതിഗതികളുടെ യഥാർത്ഥം. അതുകൊണ്ടാണ് മർദ്ദിതരായ സത്യവിശ്വാസികൾക്ക് യുദ്ധം ചെയ്തുകൊള്ളുവാൻ അനുവാദം നൽകപ്പെട്ടത്. മാത്രമല്ല, അക്രമത്തിനു പകരം അതേ അളവിൽ അങ്ങോട്ടും പ്രതികാര നടപടി എടുക്കുവാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. അത് ലോകനീതിയത്രേ. ഈ അവകാശ നടപടി എടുക്കുമ്പോൾ വീണ്ടും മറുഭാഗത്ത് നിന്ന് അതിക്രമവും കയ്യേറ്റവുമാണുണ്ടാകുന്നതെങ്കിൽ അതിനെതിരിൽ അള്ളാഹുവിന്റെ സഹായം നീതിയുടെ ഭാഗത്തുള്ളവർക്ക് അവൻ നൽകാതിരിക്കുകയില്ല. അക്രമവും ധിക്കാരവും നടത്തിയവരാകട്ടെ ശരിക്കു മടങ്ങി ഖേദിക്കുന്ന പക്ഷം അള്ളാഹു അവർക്ക് മാപ്പ് നൽകുവാനും പൊറുക്കുവാനും സദാ തയ്യാറുമാകുന്നു എന്നു സാരം. മർദ്ദിതർക്ക് പ്രതികാര നടപടി എടുക്കുവാൻ അള്ളാഹു അവകാശം നൽകി സ്വയരക്ഷയ്ക്കു വേണ്ടി യുദ്ധം ചെയ്യുവാൻ അനുവാദം കൊടുത്തു. കുഴപ്പങ്ങളും കലഹങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടി ഒരു കൂട്ടരുടെ അക്രമത്തെ മറ്റൊരു കൂട്ടരെ കൊണ്ട് അവൻ തടയുന്നു. സത്യത്തിന്റെ കക്ഷിയെ സഹായിക്കുമെന്ന് നിശ്ചയിച്ചു. അസത്യത്തിന്റെ കക്ഷിയെ ശിക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതിനെല്ലാം കാരണമെന്ത്? രാപ്പകലുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അവന്റെ പക്കലാണ്. അവനാണെങ്കിൽ എല്ലാം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നിരിക്കെ ലോകത്തിന്റെ നിലനിൽപ്പിനും വ്യവസ്ഥക്കും ഇങ്ങനെയുള്ള ചില നിയമ നടപടികൾ ആവശ്യമാണ്. രാവ് പകലിലും പകൽ രാവിലും കടത്തുന്നു എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള സാരം, രാവ് അവസാനിക്കുമ്പോഴേക്ക് പകലും പകൽ അവസാനിക്കുമ്പോഴേക്ക് രാവും വരത്തക്കവണ്ണം ഒന്നിൻ്റെ അവസാനത്തോടുകൂടി മറ്റേതിൻ്റെ ആരംഭവും ഏർപ്പെടുത്തുന്നു എന്നായിരിക്കാം. രാപ്പകലുകൾ സമമായിരിക്കാത്ത കാലത്ത് ഒന്നു ചുരുങ്ങിയും മറ്റേത് വർദ്ധിച്ചും കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഒന്നിൽ കുറവുള്ളത് മറ്റേതിൽ വർദ്ധിപ്പിക്കുകയും ഒന്നിൻ്റെ വർധനവ് മറ്റേതിൽ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നും ആയിരിക്കാം. ഏതായാലും രാപ്പകലുകൾ നിയന്ത്രിക്കുന്നതും രാപ്പകലുകളിലായി ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അള്ളാഹു തന്നെ ആയതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ ഭരണനിയമങ്ങൾ അവൻ നടപ്പിൽ വരുത്തുന്നത്. എല്ലാറ്റിനും അടിസ്ഥാന നിദാനമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഒടുവിലത്തെ വചനം കാണിക്കുന്നത്. ദൈവങ്ങളായും ആരാധ്യവസ്തുക്കളായും അവർ പലതിനെയും ഗണിച്ചു വരുന്നു. അവയിൽ ഒന്നുപോലും പരിപൂർണമായ അസ്തിത്വമോ സ്ഥിരമായ നിലനിൽപ്പോ ശക്തിയോ കഴിവോ ഒന്നും തന്നെ ഉള്ളതല്ല. കേവലം നിരർത്ഥവും മിഥ്യയും മാത്രമാണ്. യഥാർത്ഥവും സ്ഥിരവുമായ അസ്തിത്വമുള്ളവനും യഥാർത്ഥ ഔന്നിത്യവും
മഹത്വവും തികഞ്ഞവനും അല്ലാഹു ഒരേ ഒരുവൻ മാത്രം. ഇതാണതിൻ്റെയെല്ലാം ഏറ്റവും പിന്നിലുള്ള മൂലകാരണം. ഏറ്റവും ശരിയായതും സർവപ്രധാനമായതുമായ ഈ യാഥാർത്ഥ്യത്തെയാണ് ഈ ലോകത്ത് കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും വസ്തുതകളും വെളിപ്പെടുത്തുന്നത്. നോക്കുക,